അന്തരീക്ഷത്തിൽ ഇളകിയാടുന്ന വർണ്ണ പൂച്ചട്ടികളിൽ വസന്തം വിരിയിക്കുമ്പോഴും കളത്തിങ്കൽ അബു എന്ന 69കാരന്റെ മനസ്സ് നിറയെ നീലഗിരി കുന്നുകളുടെ താഴ്വാരങ്ങളിലെ പച്ചപ്പിൽ വിരിഞ്ഞ വർണ്ണപ്പൂക്കളാണ്. വഴിക്കടവ്, കാരക്കോട്, ആനപ്പാറ എന്ന ഉൾനാടൻ ഗ്രാമത്തിന്റെ നാട്ടുഭംഗി ചോരാതെ അബുവിന്റെ വീട്ടുമുറ്റം വിവിധങ്ങളായ ചെടിച്ചട്ടികളും പൂക്കളാലും ആകർഷകമാണ്. കാറ്റിൽ വട്ടം ചുറ്റുന്ന ചെടിച്ചട്ടികൾക്കൊപ്പം അന്തരീക്ഷത്തിൽ ലയിച്ചു ചേരുന്ന സംഗീതവും ഏതൊരു പ്രകൃതിസ്നേഹിയുടെയും ഉള്ളം കുളിർപ്പിക്കും. പ്ലാസ്റ്റിക് ചിരട്ട, തേങ്ങ, ഗ്ലാസ്, വിവിധയിനം പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, തെർമോകോൾ, ചണനൂല്, കയർ തുടങ്ങി ശ്വസന സംബന്ധമായ രോഗത്തിന് അബൂക്കാക്ക കഴിക്കുന്ന മരുന്ന് ബോട്ടിലുകൾ വരെ വിവിധയിനം ചെടികൾ വാഴുന്ന കൃഷിയിടമാണ്. ഗൂഡല്ലൂരിലെ രാക്കോട് ചായത്തോട്ടത്തിൽ തൊഴിലാളിയായ അബു 7 വർഷം മുമ്പാണ് വഴിക്കടവിലെത്തുന്നത്. എസ്റ്റേറ്റ് തൊഴിലാളിയായിരിക്കെ എസ്റ്റേറ്റ് പാടിമുറ്റം പൂക്കളുടെ വർണ്ണപ്രഭ ചൊരിയിച്ചത് ഇന്നും അബു മറന്നിട്ടില്ല. കൊറോണ കാലം സ്വജീവിതത്തിൽ സമ്മാനിച്ച ഏകാന്തതയിൽ നിന്നൊരു മോചനം എന്ന ചിന്ത, അതാണ് ചെടിച്ചട്ടി നിർമ്മാണത്തിലെ പുത്തൻ പരീക്ഷണങ്ങൾക്ക് നിമിത്തമായത്. ഉപയോഗശൂന്യമായ പാഴ്വസ്തുക്കൾ മണ്ണിന് ഭീഷണിയാണ്. ഇവ ഭൂമിയിൽ നിക്ഷേപിക്കാതെ എങ്ങനെ ചിലവ് കുറച്ച് വായുവിൽ ചുറ്റിത്തിരിയുന്ന പൂക്കുടകൾ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരികയാണ് ഈ കുടുംബനാഥൻ. 8 മക്കളിൽ 7 പേരെയും ഒരു കരക്കെത്തിച്ചു. ഭാര്യ ഫാത്തിമയും ഇളയ മകൻ ഷെരീഫും വീട്ടിൽ തുണയായുണ്ട്. തന്റെ മാതൃകാ പൂന്തോട്ട നിർമ്മാണത്തിന് ഇരുവരും പിന്തുണ നൽകുന്നതിനും അബൂക്കാക്ക നന്ദി പറയുന്നു. കണ്ണിനും കാതിനും കുളിര് പകരുന്ന വീട്ടുമുറ്റ കാഴ്ചകൾ മറ്റൊരു വീട്ടുമുറ്റത്തേക്ക് പറിച്ചു നടാൻ സഹായിക്കാമോ എന്ന അബൂക്കാക്കയുടെ ചോദ്യത്തിന് പിന്നിൽ ഒരു അതിജീവന മന്ത്രമുണ്ട്. ആവശ്യക്കാർ ഓർഡർ നൽകിയാൽ കിടിലൻ ആകാശ പൂന്തോട്ടം ഒരുക്കാൻ അബൂക്കാക്ക റെഡിയാണ്. സൊലെ ന്യൂസ് ബാങ്ക്, നിലമ്പൂർ.